So hello guys, GUYZ ന്റെ വേറെ എപ്പിസോഡിലേക്ക് സ്വാഗതം guys. അപ്പോൾ നമ്മൾ ഒരു കിഡിലോസ്കി അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ ഇതിനു വേണ്ടി കുറേ നാളായിട്ട് എന്താ പറയുന്ന ഇങ്ങനെ ആഗ്രഹിക്കുന്നു, എനിക്കിത് വേണം, എങ്ങനെയും എടുക്കണം ഒരെണ്ണം. കാരണം ഞാൻ ബാക്കി പിന്നെ പറഞ്ഞുതരാം വിശേഷങ്ങൾ. പിന്നെ ഗൈസ് ഇപ്രാവശ്യം നോയ്സിൻ്റെ കുഴപ്പം കാണും. ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ നോയ്സ് വേറെ കാണും. എനിക്ക് മൈക്കില്ല, അതും നമുക്ക് ഉടനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ചൂടെടുക്കണുണ്ട്, അപ്പോൾ ഫാൻ ഇടണമെന്നുണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ നോയ്സും കൊണ്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാൻ ഇടാതിരിക്കുന്നത്. ഇപ്പം സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പാക്കേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് തീരെ ചളവാക്കണ്ട, അൺബോക്സിംഗ് ഉപയോഗിക്കാം. പിന്നെ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനിയും നല്ല ഇതേപോലത്തെ എന്താ പറയുക അൺബോക്സിങ് ചെയ്യാനുണ്ട്. സോ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ് അപ്പോൾ പാക്കേജ് ഇവിടെ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇപ്രാവശ്യം ഭാഗ്യത്തിന് ഞാൻ കത്രിക വെച്ചാണ്, കാരണം കഴിഞ്ഞ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ആ ബോട്ടിൻ്റെ ഹെഡ്സെറ്റൊക്കെ ഞാൻ എൻ്റെ ഡിവൈഡറോ കോമ്പസോ എന്തോ വെച്ചൊക്കെയാണ് മുറിച്ചത്. അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് എന്തോ തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്രാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അൺബോക്സ് ചെയ്യാം. അയ്യോ ഗൈസ്, ബബിൾ റാപ്പ് പൊട്ടിപ്പോയി. സാരമില്ല, എന്തോ അകത്ത് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ JBLൻ്റെ ഇൻഫിനിറ്റി ഹെയർമാൻ്റെ നെക്ക് ബാൻഡാണ്. ബ്ലൂടൂത്ത് വയർലെസ് ഗ്ലൈഡ് N100 എന്നാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു കോയിൻസിഡൻസ് പറ്റി, ഞാൻ എടുത്ത കത്രിക ചെയ്ത് നമ്മൾ മാച്ച് ആവുന്നുണ്ട്, മഞ്ഞ കോമ്പിനേഷനാണ്. സോ ഗൈസ് അപ്പം JBLൻ്റെ ആണ്, ട്രസ്റ്റബിൾ ബ്രാൻഡ് തന്നെയാണ്. ഞാൻ കുറേ സെർച്ച് ചെയ്തു. ആദ്യം ഗൈസ് ബോട്ടിൻ്റെ ഞാൻ പറയാനുള്ളത് എൻ്റെ കുഴപ്പമാണോ അതാ കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ ആ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല. ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് അടിച്ച് പോയി ഗൈസ്. ഞാൻ അവരെ കുറേ രീതിയിൽ റീച്ച് ചെയ്യാൻ നോക്കി, ബോട്ടുകാർ ഒരു റെസ്പോൺസും തന്നിട്ടില്ല. ഹെഡ്സെറ്റ് ഞാൻ അങ്ങനെ അതേ പാക്കിങ്ങിൽ ചുരുട്ടി മടക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്, ബട്ട് അവർ ഷിപ്പ് ചെയ്യാൻ ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുത്തു. കാരണം 3 മാസത്തെ വാറൻറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈഡ് കേൾക്കുന്നില്ല, അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് കേൾക്കുന്നില്ല അതിൻ്റെ. സോ എനിക്ക് പിന്നെ മതിയായി. പിന്നെ വയറിൻ്റെ പ്രശ്നമൊക്കെ കാരണം ഞാനൊരു വിചാരിച്ചു ഈ JBLൻ്റെ നെക്ക് ബാൻഡ് വരെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഇതെത്തി. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഗ്ലൈഡ് N100 എന്ന് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ഇൻ ഇയർ ആണ്. ഡീപ്പ് ബാസ് അത് പക്കയാണ്. ഞാൻ ഇതിൽ കുറേ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അപ് ടു 7 hours ഓഫ് ഓഡിയോ പ്ലേ ബാക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ആണ് നെക്ക് ബാൻഡ്, ഫ്ലെക്സിബിളും ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, മാഗ്നറ്റിക് കേബിൾ മാനേജ്മെൻ്റ് ആണ്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ മിക്ക നെക്ക് ബാൻഡ് വരുന്നതാണ് സൈഡ് രണ്ടും ഇങ്ങനെ ടച്ചായി ഒട്ടിയിരിക്കും. നമുക്ക് മാഗ്നറ്റ് ഉണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ മഴയത്തായാലും സ്വെറ്റ് ആയാലും കുഴപ്പമില്ല, സ്വെറ്റ് റെസിസ്റ്റൻറ്റും ആണ്. 3 ബട്ടൺ റിമോട്ട് വിത്ത് മൈക്രോഫോൺ ഇതിൽ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വിശദമായി ടെസ്റ്റ് ചെയ്യാം. സോ ഗൈസ് ഞാൻ അപ്പം നാളെയും കൂടി ഫുൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ബാക്കി പറയാം, ഇത് എത്ര ഹവേഴ്സ് കിട്ടുന്നുണ്ടെന്നൊക്കെ. സോ കംഫർട്ട് ഫിറ്റാണ്. സോ വാട്ട്സ് ഇൻ ദ ബോക്സ് അതൊക്കെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നെക്ക് ബാൻഡ്, കേബിള്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇത് വരുന്നുണ്ട്. പിന്നെ വേറെ എന്തോ Q എന്ന് പറഞ്ഞ എന്തോ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതെന്താണ് നമുക്ക് നോക്കണം. പിന്നെ യൂസ് വിത്ത് എല്ലാത്തിനും പറ്റും, ടാബ്ലറ്റ് ആയാലും ഇത് ഫോണിലായാലും ലാപ്പിലായാലും പറ്റും. പിന്നെ ഇവരുടെ വിസിറ്റാണ്, മറ്റേ ഹെയർമാൻ അവരുടെ സംഭവമാണ്, www.hairmanaudio.in. ഓക്കെ, സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. വേദന എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. ഇത് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓ ഗൈസ്, ഓക്കെ, ഇങ്ങനെയാണ്. തടിയിലാണ് വയർ വന്നത്. വാവ്, പൊളി. ഇതാണ് സംഭവം. നൈസ് പാക്കിംഗ്. ഇത്രയേ ഉള്ളൂ, ചെറിയ സംഭവമാണ്. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. സ്പീക്കറിനെ എവിടെ കിട്ടും. എനിക്ക് 2 JBL പ്രൊഡക്ട്സായി. പണ്ടൊരു JBLൻ്റെ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് സിപ്പ് പാക്കിങ്ങിലൊക്കെയാണ് ഇവരുടെ ഇത് വരുന്നത്. ഒരു യൂസർ മാനുവലുണ്ട്, വാറൻറ്റി കാർഡ് എല്ലാം ഇതാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇയർ ബഡ്സ് ഉണ്ട്. ഇതാണ് ഇയർ ബഡ്സ്. പിന്നെ ഒരു ചാർജിങ് കേബിളും തന്നിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മെയിൻ പ്രൊഡക്റ്റിലോട്ട് വരാം. സോ നമുക്കപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ പുതിയ സാധനം വരും ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 3 കളർ വേരിയൻ്റാണ് കിട്ടുന്നത്. ഒന്ന് ഈ ബ്ലാക്ക്, ഒന്ന് ഒരു റെഡും പിന്നെ ഒരു ബ്ലൂവിലാണ് ഈ നെക്ക് ബാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു നെക്ക് ബാൻഡ് നമ്മൾ ഈ സാംസങ് യു ലെവലിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും പോലും സൈസ് ഇല്ലാത്ത ഒരു കിടിലം നെക്ക് ബാൻഡാണ്. അത്രയും കിടിലാണ് നിങ്ങൾക്ക് കാണിച്ചില്ല ഗൈസ്, കണ്ടില്ലേ? അറ്റത്ത് മാഗ്നറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കഴുത്തിലിങ്ങനെ ഇട്ടേക്കുമ്പം ജസ്റ്റ് നോക്കിക്കോ, ക്ലോസിൽ കാണിച്ചു തരാം. കണ്ടല്ലോ, ഒട്ടി. നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇതിൽ നിങ്ങൾക്ക് പവർ ഫിഗേഴ്സൊക്കെ കാണിച്ചു തരാം. മീൻസ് എങ്ങനെയാണ് ഇത് ഓൺ ആക്കുന്നത്. ഇപ്പം നടുക്കൊരു പ്ലെയിൻ ബട്ടൺ ഉണ്ട്. സോ അപ്പം ഇത് പവർ ഓൺ ബട്ടണാണ്. ഇത് വോളിയം മൈനസ്. പിന്നെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇതാണ് ചാർജിങ് പോർട്ട്. നമുക്ക് സീൽ ചെയ്ത് വയ്ക്കുന്ന ടൈപ്പാണ്. കാരണം വെള്ളം കയറാതിരിക്കാൻ നല്ല ടൈറ്റാണ്. നമുക്ക് ഓണാക്കാം. ഓണാക്കുമ്പം ഇവിടെ ഇൻഡിക്കേഷൻ വരും. ഇതാണ് ഇതിൻ്റെ മൈക്ക്. ദെൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഓണാക്കാം. കണ്ടില്ല, ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ ഓണാണെന്ന് അർത്ഥം. സോ വൈസ് ഞാൻ ഒന്ന് പെയർ ചെയ്ത് കാണിച്ചു തരാം. സോ വൈസ് ഇപ്പം നിങ്ങൾക്ക് ഈ ഫോൺ നല്ല പരിചയം കാണും. എൻ്റെ പഴയ ഒപ്പോയുടെ ഫോണാണ്. നല്ലൊരു ഫോണായിരുന്നു. സോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് വീണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഇത്രയും പോയി. പക്ഷേ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഒപ്പോയുടെ ഡ്യൂറബിലിറ്റി നൈസാണ്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഫോണും ഒപ്പോ ആണ്. ഇത് കുറേ വർഷം ഞാൻ ഉപയോഗിച്ചു ഈ ഫോണ്. സോ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് എൻ്റെ ഡിവൈസാണ്, ഒപ്പോ A31. ഇൻഫിനിറ്റി ഗ്ലൈഡ് കാണിച്ചിട്ട് കാണില്ലേ? ഗ്ലൈഡ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതി കാണിച്ചു. കണക്റ്റിംഗ് ആണ്. കണക്ട് ചെയ്യാൻ സമയത്ത് ഇവിടെ ബ്ലൂ കളർ എത്തണം എന്നാണ് തോന്നുന്നത്. ബ്ലൂ കളർ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്ന കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്? ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത് മ്യൂസിക് ഇട്ട് കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. സോ ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ വരും. അതാണ് ഞാൻ യൂട്യൂബ് അത്ര എടുക്കാത്തത്. എല്ലാ സമയം ഞാൻ വച്ചിട്ടുണ്ട്. കിഡിലെ സൗണ്ട് ഗൈസ്. നൈസ് സൗണ്ട്. പക്ഷേ ഞാൻ ഹെഡ്സെറ്റ് ഊരിയിട്ട് കാണിച്ചു തരാം. പുറത്ത് വരെ സൗണ്ട് വെക്കും. കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് മൈക്കിന് അടുത്തല്ല വെച്ചേക്കുന്നത്. മൈക്കിന് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടാണ്. അല്ല ഗൈസ്, മാക്സിമം വോളിയമാണ് ഗൈസ്. ഇതിൽ പിന്നെ ഡ്യുവൽ ഇക്വലൈസർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ബാസിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇതും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ എല്ലാ JBL പ്രൊഡക്ട്സിലുള്ള സ്പീക്കേഴ്സിലുള്ള പോലെ ഇങ്ങനെ സീക്രട്ട് മോഡായിരിക്കും. ഇതിൽ ലോ ഫ്രീക്വൻസി മോഡുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തില്ല. JBL സ്പീക്കേഴ്സിൽ ഈ ക്ലിപ്പ് പ്രൊഡക്റ്റിൽ ഈ വോളിയം പ്ലസും ബ്ലൂടൂത്തിൻ്റെ ഇതുമുണ്ട് ഗൈസ്. ഇത് രണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ആദ്യം നിങ്ങൾ നോർമൽ പോലെ ഓണാക്കി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇതും പിന്നെ ഈ ബ്ലൂടൂത്ത് ബട്ടണും കൂടി ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും സ്പീക്കർ ഓഫ് ആവും. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി ഓൺ ആക്കുമ്പോൾ ലോ ഫ്രീക്വൻസി മോഡെന്നൊരു മോഡിലായിരിക്കും സ്പീക്കർ ഓൺ ആവുന്നത്. അതേപോലെ ഇതിലും ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പം ഇത് മൈക്കിനടുത്ത് നല്ല അടുത്ത് വെച്ച് കേൾപ്പിച്ചു തരാം. കേട്ടില്ല ഗൈസ്? സൂപ്പർ സൗണ്ടാണ് ഗൈസ്. നൈസാണ്. പിന്നെ നല്ല കംഫർട്ടബിളാണ്, നല്ല ഫ്ലെക്സിബിളാണ്. ഒരു കുഴപ്പമില്ല, നല്ല ഫ്ലെക്സിബിളാണ്. ഇൻഫിനിറ്റിയുടെ സാധനം പൊളിയാണ്. പിന്നെ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് അങ്ങ് ഇടാം. കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ? ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുക്കുക. ഇത് റൈറ്റും ഇത് ലെഫ്റ്റുമാണ്. അതിൽ നിങ്ങളുടെ അത് ഞാനും ആദ്യത്തെ കൺഫ്യൂഷൻ വന്ന് ഇതിൻ്റെ ഈ സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റത്തില്ല, കാരണം ഫോക്കസിൻ്റെ ഇതാണ്. സെൽഫി ക്യാമറയിൽ ഫോക്കസ് കുഴപ്പമാണ്. ഈ ഭാഗമുണ്ട്, അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എനിക്ക് ക്യാമറ ഇതാണ് ഫോണിലാണ് എടുക്കുന്നത്. ഈ ഇയർബഡിൻ്റെ കുറച്ച് സൈഡിലായിട്ട് റൈറ്റ് ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കുക. നൈസ് പോളി സാധനം.
സോ ഗൈസ് അപ്പോൾ ഞാൻ ഇത് ഇന്ന് അൺബോക്സ് ചെയ്തു. ഇനി നാളെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഇതിൻ്റെ കുറച്ച് ബി റോൾസ് നിങ്ങൾ കണ്ടിട്ട് വരാം. സോ ഗൈസ് അപ്പം ബി റോൾ നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഇതിൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ ഡുവൽ ഇക്വലൈസർ ഓൺ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വോളിയം അപ്പ് ബട്ടണും വോളിയം ഡൗൺ ബട്ടണും കൂടി ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വോളിയം ഇതാവും, എന്താ വെച്ചാൽ ഓഫായിട്ട്. പിന്നെ നമ്മൾ പെയർ ചെയ്യുമ്പം ഇത് ഡുവൽ ഇക്വലൈസർ മോഡലായിരിക്കും. അപ്പോൾ ബാസ് ഡീപ്പ് ബാസ് ആവും. എന്നിട്ട് എന്താ പറയുക, നമ്മുടെ വോക്കൽസൊക്കെ പഴയതുപോലെ തന്നെ ആയിരിക്കും ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓഫ് ആവുന്നവരെയൊന്നും കാത്ത് നിൽക്കേണ്ട അതിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ പാട്ട് പ്ലേ ചെയ്യുമ്പം നിങ്ങൾ ഇപ്പം വോളിയം അപ്പും ഡൗണും കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം നിങ്ങൾ എന്താ പറയുക, നോർമൽ മോഡിലാണെങ്കിൽ അവർ പറയും ഡീപ്പ് ബാസ് മോഡെന്ന് പറയും, അല്ലെങ്കിൽ ഡീപ്പ് ബാസ് എന്ന് പറയും. അല്ലാതെ സാധാരണ ഡീപ്പ് ബാസിലാണെങ്കിൽ പറയും സാധാരണ മോഡ്, നോർമൽ മോഡെന്ന് പറയും. അത്രയേ ഉള്ളൂ ഗൈസ്. അല്ലാതെ നിങ്ങൾ ഓഫ് ആവുന്നവരൊന്നും കാത്ത് നിൽക്കേണ്ട. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോ കൂടി എൻജോയ് ചെയ്തോ ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ഗൈസ് പിന്നെ ഇതിലൊരു എനിക്ക് കുറച്ച് നല്ലതും ചീത്തതും തോന്നി. നല്ലതെന്ന് വെച്ചാൽ നല്ല കോമ്പാക്റ്റാണ് യൂസ് ചെയ്യാൻ. പിന്നെ ബാറ്ററി ലൈഫ് ഓൾമോസ്റ്റ് 7 hours കിട്ടുന്നുണ്ട് ബാറ്ററി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൈക്ക് റെക്കോർഡ് ആവത്തില്ല. നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ എന്താ പറയുക, മൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ എടുക്കാൻ നേരത്ത്. കാരണം ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, അത് പറ്റുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് എന്താ ഒരുവിധം വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വാട്ടർ നമ്മളെന്താ മുക്കി അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. അങ്ങനെ എന്താ ചിലവർക്ക് ഈ പാട്ട് കേട്ടോണ്ട് കുളിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിനൊന്നും തൊട്ട് ഷൂട്ടബിളല്ല, അടിച്ചു പോകാൻ നല്ല സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു ചാറ്റൽ മഴ അതിലൊക്കെ ഇത് ഓക്കെയാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജിങ് ഒക്കെ നല്ല ചാർജിങ്ങിൻ്റെ കാര്യമായാലും രാത്രി ഫുൾ ഞാൻ ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഹീറ്റ് ആവുന്ന ഇഷ്യൂ ഇല്ല, പെട്ടെന്ന് ഡ്രെയിൻ ആവുന്ന അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇത്രയൊക്കെ തന്നെ ഗൈസ്. പിന്നെ ഇതിൻ്റെ മൈക്ക് കോളിങ്ങിൽ പക്ക ക്ലിയറാണ്. പിന്നെ അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതില്ല, റേഞ്ച് നല്ല ദൂരമൊന്നും കിട്ടത്തില്ല, എങ്കിലും കിട്ടും. പിന്നെ ഭയങ്കര എന്താ പറയുക, ഹാൻഡിയാണ്. ഇവിടെ വേണം എടുത്തുകൊണ്ട് പോകാൻ, നമുക്ക് പെട്ടെന്ന് ക്വിക്ക് കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ ഒരു ഡിവൈസായിട്ട് പെയർ ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലൂടൂത്ത് ആ ഡിവൈസിൽ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് പെയർ ആവും, പെട്ടെന്ന് പെയർ ആയിക്കോളും. അതാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയുന്ന സ്പീക്കേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ നല്ല ഫുൾ വോളിയത്തിലിട്ടാലും അത്ര ഡിസ്റ്റോർഷനൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. ബഡ്ജറ്റാണ്, നല്ല ഈ ബഡ്ജറ്റിന് പറ്റിയൊരു നെക്ക് ബാൻഡാണിത്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പിന്നെ പറയാനുള്ളൂ. പിന്നെ വലിയ ഡീറ്റെയിൽസ് ഞാൻ നോക്കാത്തത്. പിന്നെ ഇത് ബേസിക് ആൾക്കാർക്ക് വാങ്ങാനുള്ള ബേസിക് കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. ബാക്കി എൻ്റെ ആംബിഡൻസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ഉപയോഗപ്രദമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഗൈസ് അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ സൈനിങ് ഓഫ് ഫ്രം GUYZ വ്ളോഗ്സ്. ബൈ. ആഗ്രഹം അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും, കാരണം ഇവിടെ മഴയാണ് ഭയങ്കര. അപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് DIY സെറ്റപ്പ് LED. അപ്പം ഞാനിപ്പം ചിത്രാഞ്ജലിയിലാണുള്ളത്. അപ്പം ഞാൻ